വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യം ഇന്ന് 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു റിപ്പബ്ലിക് ദിനമാണിന്ന്. അതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ, ആ കരാറിന്റെ അന്തിമ രൂപം ഇന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് DRDO വികസിപ്പിച്ചെടുത്ത പല പല വളരെയധികം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളും പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. ആ മിസൈലുകൾ എല്ലാം LRSAM എന്ന് പറയുന്ന മിസൈലുകളൊക്കെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. 1500 കിലോമീറ്റർ റേഞ്ചുള്ള 15 മിനിറ്റിൽ ശത്രുവിന്റെ താവളത്തിൽ അടിക്കാൻ കഴിയുന്ന മിസൈലുകളൊക്കെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓഷൻ ഇനി ഗാർഡ് ചെയ്യുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ള ഇന്ത്യയുടെ ഒരു വലിയ വിളിച്ചോതൽ കൂടെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം വരുന്ന റിപ്പബ്ലിക് ദിനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഒരു കരുത്ത് കാട്ടലായിട്ടാണ് ഈ റിപ്പബ്ലിക് ദിനത്തെ കാണുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഞാൻ എടുത്ത് പരിശോധിച്ചു. അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ത്യയുടെ ഈ റിപ്പബ്ലിക് ദിനത്തിനെ എഴുതിയിരിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലും ഇത് തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വരുന്ന ഒരു റിപ്പബ്ലിക് ദിനമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം കൂടെ നമ്മളെന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന് അഭിമാനിക്കാൻ ഒരു കാര്യം കൂടെയുണ്ട് എന്നുള്ളതാണ്. ലഫ്റ്റനന്റ് കേണൽ കാർട്ടേജ് ആദിത്യ ശ്രീകുമാർ എന്നൊരു പേര് പ്രേക്ഷകർ കേൾക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇന്ന് അങ്ങനെ ഒരു പേര് ഉയർന്നു കേട്ടു ഈ റിപ്പബ്ലിക് ദിനത്തിൽ. ആ പേര് ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആ വ്യക്തി ചെയ്ത ഒരു വലിയൊരു പ്രവൃത്തിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതിനു മുമ്പ് എല്ലാവർക്കും ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ ഒരു റിപ്പബ്ലിക് ദിനാശംസകൾ നമ്മൾ രണ്ടുപേരും നേരുകയാണ്. ഇനി അതിനുശേഷം ഒരു ചെറിയ വാർത്ത കൂടെ പറഞ്ഞിട്ട് പോവാം. കാരണം നമ്മളത് ടച്ച് ചെയ്തത് കൊണ്ടാണ് നമ്മളത് പറയണം എന്ന് വിചാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പല പല ട്രോളുകളും ഇറങ്ങുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം പത്മഭൂഷൺ വിലയൊന്നുമില്ല, എന്റെ പട്ടിക്ക് വേണം പത്മഭൂഷൺ, എന്റെ പട്ടി പോലും മേടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്തവണ എല്ലാവരും ട്രോൾ ചെയ്യുന്നത് ഇനി ഏത് പട്ടിയായിരിക്കും അദ്ദേഹം പത്മഭൂഷൺ മേടിക്കാൻ വിടുന്നത് എന്നുള്ളതാണ്. അതെല്ലാത്തിനും ഉപരി NSS SNDP സഖ്യം അല്ലെങ്കിൽ ഐക്യം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഈ ഇടയ്ക്ക് രൂപപ്പെട്ടു വന്നിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ആവേശമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ SNDP NSS അണികൾ എല്ലാം തന്നെ പ്രകടിപ്പിച്ചത്. പോരാതെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തലങ്ങും വിലങ്ങും ചർച്ചകൾ നടത്തി. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ആ സഖ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയത് കൊണ്ടും NSS തലവനായിട്ടുള്ള സുകുമാരൻ നായർക്ക് പത്മഭൂഷൺ ഇല്ല, പത്മ കഫേ ഉള്ളത് കൊണ്ടുമാണ് എന്നാണ് ഈ ട്രോളുകളെല്ലാം വരുന്നത്. നമ്മൾ എടുത്തത് കൊണ്ട് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. വലിയ രാഷ്ട്രീയ മാനമുള്ള ഒരു ചർച്ചയായിട്ട് അത് മാറേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു വിഷയമാണത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതായത് നമ്മൾ കഴിഞ്ഞ ജൂണിൽ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു തീർച്ചയായിട്ടും. അതായത് മ്യാൻമറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. മ്യാൻമറിലെ സാംഗാങ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്ത്യ വലിയൊരു ആക്രമണം നടത്തി. ഇന്ത്യ ആ ആക്രമണം നടത്തിയത് വലിയ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അവിടെ ഉൾഫ വളരെ ശക്തമാണ്. ഉൾഫ എന്ന് പറയുന്ന സംഘടന ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഇറങ്ങിയതിനു ശേഷം ശക്തി പ്രാപിച്ചു. ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് നിരോധിച്ച സംഘടനയായിരുന്നു. ആസാമിൽ നിന്നൊക്കെ നമ്മൾ അവരെ അടിച്ചോടിച്ചു. അപ്പൊ ഈ ഉൾഫ അവിടെ ആ മേഖലകൾ നമ്മൾ വലിയ ആക്രമണം നടത്തി. അപ്പോ അരുണാചൽ പ്രദേശിൽ CRPF ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഒരു ആക്രമണം അതിനു മുമ്പുണ്ടായി. അതിന്റെ പ്രത്യാക്രമണമായിട്ടാണ് നമ്മളത് നടത്തിയത്. വലിയ ആക്രമണമായിരുന്നു. ഇന്ത്യ ഭാരതം അതിർത്തി കടന്നടിക്കുന്ന ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളന്നത് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഈ വിഷയം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് മ്യാൻമർ എന്തായാലും സ്ഥിരീകരിക്കാൻ പോകുന്നില്ല. ഇന്ത്യ അതിർത്തി കടന്നടിച്ചത് കൊണ്ട് തന്നെ പറയാനുള്ള സാഹചര്യം കുറവാണ് എന്ന് നമ്മളന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്ന് ലഫ്റ്റനന്റ് കേണൽ കാർട്ടേജ് ആദിത്യ ശ്രീകുമാറിന് ഭാരതം ശൗര്യചക്ര കൊടുത്തിരിക്കുകയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ. എന്തിനാണ് ശൗര്യചക്രം കൊടുത്തത് എന്ന് ചോദിച്ചാൽ, മ്യാൻമറിൽ നടത്തിയ ഈ ആക്രമണത്തിനാണ് ശൗര്യചക്രം കൊടുത്തത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഈ ഒരു
റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾക്ക് അഭിമാനിക്കേണ്ട വേറൊരു വാർത്ത കൂടെയുണ്ട്. 41 ഗ്രാമങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഛത്തീസ്ഗഡിലെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ്. അവിടെ മാർക്സിസം എന്ന് പറഞ്ഞാൽ ഈ നക്സലിസം അവിടെ തുടച്ചു നീക്കപ്പെട്ടതിന് ശേഷം അവർ ആഘോഷിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ റിപ്പബ്ലിക് ദിനം പോലും ആഘോഷിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് കേട്ടപ്പോൾ അങ്ങനെ 41 ഗ്രാമങ്ങളും കൂടെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ചേർത്ത് മൊത്തത്തിൽ 54 ഗ്രാമങ്ങളാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഈ ചുവപ്പ് ഭീകരത ഒഴിഞ്ഞുപോയ ഗ്രാമങ്ങളാണ് ആഘോഷിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്കും സന്തോഷിക്കാൻ വകയുണ്ട്. എന്താണ് ഈ റിപ്പബ്ലിക് ദിനം നമ്മുടെ രാജ്യത്തിന് നൽകുന്ന സന്ദേശം? എന്താണ് ഈ ശൗര്യചക്ര ലഫ്റ്റനന്റ് കേണൽ കാർട്ടേജ് ആദിത്യ ശ്രീകുമാറിന് നൽകിയതിലൂടെ ഭാരതം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ ഈ ഒരു വാർത്ത തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ ദിനത്തിന്റെ ഏറ്റവും സന്തോഷമായിരുന്നു. കാരണം അന്ന് ആ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ധനുഷ് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. അന്ന് നമ്മുടെ അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ നിഷേധിക്കുകയും ചെയ്തു ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ 18-ാം തീയതി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത SNDP NSS ഐക്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതെന്തായാലും പിരിഞ്ഞു, 4ാം തവണയും അത് പിരിഞ്ഞു. അപ്പോൾ അന്ന് ആ ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ടായി ഈ ഐക്യത്തിനിടയിൽ രാഷ്ട്രീയം കടന്നു വന്നാൽ ഇതിനധികം ആയുസ് ഉണ്ടാവില്ല. ഇപ്പോൾ രാഷ്ട്രീയം കടന്നു വന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തില് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരേ ഒരു പേര് RSSന്റേതാണ്. ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനും വിശ്വ ഹിന്ദു പരിഷത്തോ ഹിന്ദു ഐക്യവേദിയോ പോലുള്ള സംഘടനകൾ മാത്രമേ ഈ രാജ്യത്തുള്ളൂ എന്ന് അത് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. കേവലം 2 സമുദായ സംഘടനകൾക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല നമ്മുടെ നാട്ടിൽ. അവിടെയാണ് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് സമുദായ സംഘങ്ങളെ ഒന്നിപ്പിക്കുവാൻ കഴിഞ്ഞ 100 വർഷമായി പണിയെടുക്കുകയും അതിലേറെക്കുറെ വിജയിക്കുകയും ഹിന്ദുക്കളുടെ അനവധിയായ പ്രശ്നങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മുമ്പിൽ അഡ്രസ്സ് ചെയ്യാനും സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘപരിവാറിന് മാത്രമേ ഹിന്ദുക്കളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ എന്നത് വ്യക്തമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഇത്രയും സമുദായ സംഘടനകളെ സംഘപരിവാറിന് ഒന്നിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ നടുക്കൊരു പ്ലാറ്റ്ഫോം വേണം. രണ്ടുപേർക്കും കയറി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? 2 സമുദായങ്ങൾ വരുമ്പോൾ അതിന് നടുക്കൊരു പ്ലാറ്റ്ഫോമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വെറുതെ 2 സംഘടനകളിൽ കാന്തം പോലെ വന്ന് ഒട്ടില്ല. അതിന്റെ ഇടയ്ക്ക് കാന്തം പോലെ ഒട്ടിക്കഴിഞ്ഞാൽ പറിച്ചെറിയാനും പാടായിരിക്കും, ബുദ്ധിമുട്ടുമായിരിക്കും, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷെ പകരം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിന്റെ 2 സൈഡിലും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഏതായാലും പത്മ 2 കൂട്ടർക്ക് ആയ സ്ഥിതിക്ക് അവർ പിരിയാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഏതായാലും അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം, നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ജൂലൈ മാസം 15-ാം തീയതിയോ 16-ാം തീയതി 2025 ജൂലൈ മാസം 15-നോ 16-നോ ആണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമ്മളിങ്ങനെ അതിർത്തി കടന്ന് അടിച്ചു എന്നുള്ളത്. അന്ന് ആ വാർത്തയ്ക്ക് നമുക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില സോഴ്സുകളും ലിങ്കുകളുമാണ് നമ്മൾ ആ വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം നമ്മുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് അങ്ങനെ നമ്മുടെ സൈന്യം ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത് ഭീകരരെ ഒതുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആരും ഒന്നും അന്ന് പറഞ്ഞിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് കടന്ന് ഒരു ഓപ്പറേഷൻ നടത്തുന്ന കാര്യങ്ങൾ അവർ വെളിപ്പെടുത്താറില്ല. അതിന് ഒരു അപവാദമായിട്ടൊക്കെ ഉള്ളത് നമ്മുടെ അമേരിക്കയാണ്. അവര് ഈ ബില്ലാദിനെ വധിച്ചതൊക്കെ പിന്നീട് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. പെന്റഗൺ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അവരുടെ ഒരു രീതി അങ്ങനെയാണ്. ചിലപ്പോൾ 15-20 വർഷം കഴിഞ്ഞിട്ടൊക്കെ അവരത് പുറത്തുവിടുന്ന രീതിയുണ്ട്. മറ്റ് രാജ്യങ്ങളൊന്നും അത്തരത്തിൽ പുറത്തുവിടുന്ന ഒരു രീതിയില്ല. നമ്മുടെ രാജ്യം ഒരിക്കലും അത് ചെയ്തിട്ടുമില്ല. കാരണം അജ്ഞാതൻ കൊല്ലപ്പെടുന്നു, പല കാര്യങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ പക്ഷെ അതിനൊരു സ്ഥിരീകരണമില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ റിട്ടയർഡ് ചെയ്തതിനു ശേഷമൊക്കെ അവർ ആത്മകഥ എഴുതുകയോ ഇല്ലെങ്കിൽ ചാനലിലൊക്കെ അഭിമുഖം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില ഓപ്പറേഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ കേന്ദ്രം അത് നിഷേധിക്കാനോ അത് തള്ളാനോ കൊള്ളാനോ പോകാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് നിഷേധിക്കാനോ ഇത് അംഗീകരിക്കാനോ പോകാറുമില്ല. പക്ഷെ ഇതാദ്യമായിട്ടാണ് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യം, മ്യാൻമാർ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ്, അതിന്റെ അതിർത്തി കടന്ന് നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ, ആ ഓപ്പറേഷന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഇല്ല നേതൃത്വം കടുത്ത ലഫ്റ്റനന്റ് കേണൽ കാർട്ടേജ് ആദിത്യ ശ്രീകുമാറിന് ശൗര്യചക്ര നൽകുമ്പോൾ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ പറയുന്നുണ്ട് ഭീകരവാദികളുടെ അതിർത്തി കടന്ന് മ്യാൻമാറിലെത്തി ഒരു ചലിക്കുന്ന ക്യാമ്പ് തകർത്തുന്നു. അന്ന് ആ വാർത്ത പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് പറയാം. ആ വാർത്തയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ. അതായത് ഈ ഉൾഫ തീവ്രവാദികളെ നമ്മൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയിരുന്നു, അവർ കീഴടങ്ങിയിരുന്നു. പക്ഷെ ഈ ഉൾഫയിൽ നിന്ന് പിരിഞ്ഞുപോയ ഉൾഫ ഐ എന്ന് പറയുന്നത്, ഉൾഫ ഐ എന്ന് പറഞ്ഞാൽ ഉൾഫ ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ടൊരു യൂണിറ്റ്, അത് ഈ ബംഗ്ലാദേശിന്റെയൊക്കെ സഹായത്തോടുകൂടി അരുണാചൽ പ്രദേശിലെ ചില വിഘടനവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ശക്തി പ്രാപിച്ചു. അരുണാചൽ പ്രദേശത്ത് നിന്ന് നമ്മൾ അവരെ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും
ഇവര് ഈ അരുണാചൽ പ്രദേശിനോട് ചേർന്നിട്ടുള്ള സംഗേഗങ് എന്ന് പറയുന്ന ഒരു പ്രദേശം, അതായത് മ്യാൻമാറിലാണ് ഈ പ്രദേശം. ഇത് ചെങ്കുത്തായ മലകളും കാടുകളും നിറഞ്ഞ പ്രദേശമാണ്. ഇതിന്റെ ചെങ്കുത്തായ മലകളിലും മറ്റുമൊക്കെ ഈ താവളങ്ങൾ ഉണ്ടായിക്കൊണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഇടയ്ക്ക് ജൂലൈ മാസത്തിൽ തന്നെ നമ്മുടെ CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് നേരെ ഇവർ ആക്രമണം നടത്തുകയും നമ്മുടെ ചില ജവാന്മാർക്ക് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആണ് നമ്മൾ ഈ അതിർത്തി കടന്ന് തിരിച്ചടി നൽകിയത്. അത് നമ്മളുടെ പട്ടാളം അതിർത്തി കടന്നില്ല എന്നാണ് അന്ന് നമ്മൾ വാർത്ത ചെയ്തിരുന്നത്. അത് ഏറെക്കുറെ ശരിയാണെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ ഒരു ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ താവളങ്ങളിലെ നേതാക്കന്മാരടക്കം 9 പേരെയാണ് കൊലപ്പെടുത്തിയ സൈന്യം. അന്ന് ഇതിന്റെ ഒരു സംഘടന ULFA-I എന്ന് പറയുന്ന സംഘടന പറഞ്ഞത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട 3 തലവന്മാരെ, ഞങ്ങളുടെ 3 നേതാക്കന്മാർ ഇന്ത്യ വധിച്ചു എന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ അത് 5 പേരായിരുന്നു. ഇപ്പോൾ സൈന്യം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തുവിടുമ്പോൾ അത് 9 പേരെയാണ് അന്ന് കൊലപ്പെടുത്തിയിരുന്നത്. സാധാരണഗതി മ്യാൻമാറിലൊക്കെ നമ്മൾ അതിർത്തി കടന്ന് ആക്രമിക്കുന്നത് പുതിയ സംഭവമൊന്നുമല്ല. 2019 നമ്മൾ ചെയ്തിട്ടുണ്ട്, 2022 നമ്മൾ ചെയ്തിട്ടുണ്ട്, 2023 ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടക്കേറി അടി കൊടുക്കാറുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ. നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്ന ഒരു പതിവുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി അതാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും വിളിച്ചിരുത്തിയിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ബ്രീഫ് ചെയ്തത്. അതായത് ആ അറ്റാക്ക് നടന്നതിന്റെ അതിന്റെ അടുത്ത ദിവസമോ മറ്റോ ആയിരുന്നു. നമ്മുടെ CPM-നെ പ്രതിനിധീകരിച്ച് പോയത് ശ്രീ ജോൺ ബ്രിട്ടാസും മറ്റുമൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ബ്രീഫ് ചെയ്തത് എന്താണ് എന്നുള്ളതിന് പൂർണ്ണമായ വിവരം ഇന്ന് വരെ അതിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് പങ്കെടുത്തത് നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയൊക്കെ, അത് മോദിയോട് എതിർപ്പുള്ളതും BJP-യുടെ എതിർപ്പുള്ളതുമായ DMK അടക്കമുള്ള എല്ലാ പാർട്ടികളും ഉണ്ട്. അതിന്റെ നേതാക്കൾ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു, അങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ എന്താണ് ബ്രീഫ് ചെയ്തതെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പാർലമെന്റിലൊക്കെ പലപ്പോഴും ഈ കാണ്ഡഹാർ വിമാനം ബ്രാഞ്ചിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റുകൾ അന്നത്തെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽസുകൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പാർലമെന്റിൽ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് സിന്ദൂറിന്റെ സമയത്തായാലും സിന്ദൂറിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായിരുന്നു വിവിധ രാജ്യങ്ങളിലേക്ക് പോയത്. അപ്പോൾ നടന്ന സംഭവം അതിന്റെ ഒന്നും ഡീറ്റെയിൽസ് ആ നേതാക്കന്മാർ പോലും പുറത്ത് പറഞ്ഞിട്ടില്ല. അത് രാജ്യത്തിന്റെ സുരക്ഷയും ഇല്ലെ രാജ്യത്തിന്റെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിലോ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് സവിസ്തരം പറയുമായിരിക്കാം, ഇല്ല ആത്മകഥ എഴുതുമായിരിക്കാം. ഏതായാലും ഉടനെ ഉണ്ടായില്ലെങ്കിലും അധികം വൈകാതെ വരും. ഇപ്പൊ ഈ സേനയുടെ തലവന്മാർ വിരമിച്ചിട്ട് എഴുതുന്ന പോലെ ആയിരിക്കില്ല, രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ ഒരു ജീവചരിത്രം എഴുതാറുള്ളതാണ്. അപ്പൊ വരുമായിരിക്കാം. ഏതായാലും ലോകത്തിന്റെ മുൻപിൽ ഒരു രാജ്യം, അതായത് ഇന്ത്യ പോലെ ഒരു രാജ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഭീകരരെ ഇല്ലാതാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം തന്നെ കണ്ടതാണ് എങ്ങനെയാണ് നമ്മൾ അതിർത്തി കടന്ന് അവിടെയുള്ള തങ്ങൾക്കെതിരെ തിരിയുന്ന ഭീകരരെ ആക്രമിച്ചു ഇല്ലെ കൊലപ്പെടുത്തുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കഴിഞ്ഞാൽ അതിർത്തി കടന്ന് പോകുകയും ആ പോകുന്ന കാര്യം പച്ചയ്ക്ക് ഞങ്ങൾ അത് പോയി ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം. ആ വാർത്ത സവിസ്തരം പ്രേക്ഷകരുടെ മുമ്പിൽ അന്ന് എത്തിക്കാൻ കഴിഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. അന്ന് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതൊന്നും, അതായത് അങ്ങനെ പറയണമെങ്കിൽ ഒരു വലിയ ചങ്കൂറ്റം തന്നെ ആവശ്യമാണ്. ഞങ്ങളാണ് അത് ചെയ്ത്, കാരണം ലോകത്തിന് അറിയാം ഇത് നമ്മളാണെന്നുള്ളത്. പക്ഷെ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം അത് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഒരു മാറുന്ന ഒരു ഇന്ത്യയാണ്. ഇതുവരെ നമ്മുടെ നിലപാട് തന്നെയാണ് എങ്കിൽ പോലും ഇറാൻ അനുകൂലമായിട്ട് നമ്മൾ വോട്ട് ചെയ്തു ഐക്യരാഷ്ട്രസഭയിൽ. അവിടുത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് വന്ന പ്രമേയത്തിന് എതിർത്ത് വോട്ട് ചെയ്തു. 7 രാജ്യങ്ങളെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുള്ളൂ, അതിലൊന്ന് ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അങ്ങനെ തന്നെയാണ്, വേറൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങൾ കയറി കൈകടത്തരുന്നുള്ള നിലപാടാണ്. പക്ഷെ ആ നിലപാട് തെളിച്ചു പറയാൻ അല്ലെങ്കിൽ ഉറക്കെ പറയാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴത് കഴിഞ്ഞിരിക്കുന്നു. വോട്ട് ഇട്ടു. മുമ്പൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുമായിരുന്നു. അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. വോട്ട് ചെയ്തോ ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യുമായിരുന്നു അതുമില്ല. ഞാൻ ഇറങ്ങിപ്പോയില്ലെന്ന് ചോദിച്ചാൽ സംഭവം നമ്മുടെ പാർലമെന്റിലൊക്കെ നടക്കുന്ന പരിപാടി. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ എതിർത്ത് വോട്ട് ചെയ്തു. ഒപ്പം തന്നെ ഇത് ആദ്യമായിട്ട് നമ്മൾ അതിർത്തി കടന്ന് അവിടെ ആക്രമിച്ച വിവരം നമ്മളിപ്പോൾ ലോകത്തിന് മുമ്പിലേക്ക് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിർത്തി കടന്ന് ആക്രമിച്ച വിവരം മാത്രമല്ല, അതിന്റെ ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ അതിന്റെ നായകത്വം വഹിച്ച ലഫ്റ്റനന്റ് കേണൽ ഖട്ടേജ് ആദിത്യ ശ്രീകുമാറിന് ശൗര്യചക്ര നൽകുകയും കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ ഈ പറയുന്ന അമേരിക്കയിലും മറ്റുമായി കണ്ടിട്ടുണ്ട്. അത്തരം ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന അവരുടെ തലവന്മാർക്ക്, ആ ഓപ്പറേഷന്റെ തലവന്മാർക്ക് അവർ വലിയ ബഹുമതികളൊക്കെ കൊടുക്കാറുണ്ട്.
അവര് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യവും ആ ഒരു പാതയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ മേഖലയില് ഒരു 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 വലിയ പവർ ആയിട്ട് തന്നെ, അതായത് ചെയ്തു ഞങ്ങളാണ് ചെയ്തതെന്നും ചെയ്യുന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ ഒരു ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പാകിസ്ഥാന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ കയറി ആക്രമിച്ചാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പോളിസിയാണ്. അതായത് ഈ രാജ്യത്തിന്റെ പുതിയ പോളിസി ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി പാകിസ്ഥാൻ അപ്പുറത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ പേരുകൂടി പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇനി നേപ്പാളിൽ നിന്നോ ഇല്ല മറ്റെവിടെ നിന്നെങ്കിലോ ഒരു ഭീകരാക്രമണം ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഉണ്ടായാൽ അതിനി ഞങ്ങൾ മടിക്കില്ല, ഒട്ടും വൈകില്ല തിരിച്ചടി നൽകാൻ എന്നൊരു സൂചന കൂടിയാണ്. കാരണം ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും തിരിച്ചടി, കാരണം നമ്മുടെ ഒരു നിലപാടാണ് ഇതെന്ന് ഇപ്പൊ ലോകത്തിന് മുമ്പ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനിൽ നമ്മൾ അടിച്ചു നോക്കാതെ നമ്മുടെ ബദ്ധ ശത്രുക്കളാണ്, ജന്മന ശത്രുക്കൾ എന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. നമുക്ക് എന്താ ആക്രമിച്ചവരെ നമ്മൾ ആ വേറൊരു രാജ്യത്ത് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനും കൊടുക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. അതായത് നാളെ അവിടെ നിന്ന് വന്നാൽ ഞങ്ങൾ ഇത് തന്നെ ചെയ്യും. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. എന്നാലും ആ തോന്നൽ 100% ലോജിക്കലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി ആക്രമണം ഒഴിച്ചുവിട്ടാൽ ഇതായിരിക്കും നിങ്ങളുടെയും ഗതി എന്ന് ലോകത്തോട് വിളിച്ചു പറയാനല്ലാതെ വേറൊന്നിനും ഇന്ത്യ എന്ന് വിളിച്ചു പറയാൻ തന്നെ ആയിരിക്കും, അല്ലാതെ വേറൊന്നിനും ആയിരിക്കില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അല്ലാതെ വേറൊരു ചാൻസ് ഞാൻ എവിടെയും കാണുന്നില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.